കേന്ദ്രത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള തീരാത്ത പക കേന്ദ്രത്തിനെതിരെ പുതിയ സൈനിക നീക്കമാണോ സ്റ്റാലിൻ്റേത്? ത്രിഭാഷയും മണ്ഡല പുനർനിർണയവും കേന്ദ്ര നയത്തിനെതിരെ സ്റ്റാലിൻ സംയുക്ത കർമ്മസമിതി JAC രൂപീകരിക്കാൻ ഇന്ന് യോഗം ചേർന്നു. ത്രിഭാഷാ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് രംഗത്ത് വന്ന സ്റ്റാലിൻ്റെ പടപ്പുറപ്പാട് ചർച്ചയായതിന് പിന്നാലെ മണ്ഡല പുനർനിർണയത്തിലെ ചതിക്കുഴികൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഇപ്പോൾ നിർജ്ജീവമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് പുനർജീവൻ നൽകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ സ്റ്റാലിൻ ശക്തമായി രംഗത്ത് വന്ന് കേന്ദ്രത്തെ വെല്ലുവിളിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല എന്നും ഹിന്ദി പഠിക്കേണ്ടവർ അത് നിലവിലെ സമ്പ്രദായത്തിൽ പഠിക്കാൻ തമിഴ്നാട് എതിർക്കുന്നില്ല, പക്ഷേ അത് കേന്ദ്രത്തിൻ്റെ നയമായി അടിച്ചേൽപ്പിച്ചാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്നും സ്റ്റാലിൻ ശക്തമായിട്ട് പറഞ്ഞിരുന്നു. 1964 1966 കോത്താരി വിദ്യാഭ്യാസ കമ്മീഷൻ ആദ്യമായി ത്രിഭാഷാ ഫോർമുല നിർദ്ദേശിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ 1968 ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിയമപരമായി ഉൾപ്പെടുത്തി ഭാഷാ വൈവിധ്യത്തെയും ദേശീയ ഐക്യത്തെയും പിന്തുണയ്ക്കുന്നതിനായി പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1986 NPയിൽ ഈ നയം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. 1992 നരസിംഹറാവു ഇത് പരിഷ്കരിക്കുകയും ചെയ്തതാണ്. 1968 നിയമപരമായി അംഗീകരിച്ച ത്രിഭാഷാ ഫോർമുല ഈ വിവാദം നിൽക്കുമ്പോൾ തന്നെയാണ് കേന്ദ്രം മണ്ഡല പുനർനിർണയം നടപ്പിലാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾക്ക് ഭീഷണിയാവുന്ന കേന്ദ്രത്തിൻ്റെ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് ആദ്യം പ്രതികരിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനായിരുന്നു. പുനർനിർണയത്തിലൂടെ തമിഴ്നാടിന് 8 മണ്ഡലങ്ങൾ നഷ്ടമാകുമെന്നതാണ് സ്റ്റാലിനെ ചൊടിപ്പിച്ചത്. നിലവിൽ 39 മണ്ഡലങ്ങളാണ് തമിഴ്നാടിനുള്ളത്. 1952 1963 1973 ഈ വർഷങ്ങളിലാണ് നേരത്തെ മണ്ഡല പുനർനിർണയ പ്രക്രിയ നടത്തിയിട്ടുള്ളത്. 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പ്രക്രിയ 2000 ശേഷമുള്ള ആദ്യ സെൻസസ് 2001 വരെ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. 2026 ശേഷമുള്ള സെൻസസ് 2031 വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. ഇത് കണക്കിലെടുക്കാതെയാണ് കേന്ദ്ര സർക്കാർ ധൃതി പിടിച്ച് ഒരു പുതിയ നീക്കം നടത്തുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രോറേറ്റോ അടിസ്ഥാനത്തിൽ അധിക മണ്ഡലങ്ങൾ ലഭിക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദങ്ങൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ല. നിലവിലെ പാർലമെന്റ് സീറ്റുകളുടെ ശതമാനത്തെ അടിസ്ഥാനമാക്കിയാണോ അതല്ല ജനസംഖ്യാ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണോ ഈ പ്രോറേറ്റോ വിതരണം നടത്തുന്നതെന്ന കാര്യത്തിലും വ്യക്തത നൽകാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ 2 രീതിയിലായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മണ്ഡല പ്രാതിനിധ്യം നഷ്ടമാണ് സംഭവിക്കുക. സ്റ്റാലിൻ ഇന്ന് വിളിച്ചു ചേർത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. വിശിഷ്ടാതിഥികളുടെ പേരുകൾ അവരവരുടെ മാതൃഭാഷയിൽ എഴുതി ചേർത്തിരുന്നു. സ്റ്റാലിൻ തമിഴിൽ സംസാരിച്ചപ്പോൾ കനിമൊഴിയും ഉദയനിധിയും ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. തെലുങ്ക്, പഞ്ചാബി, ഒഡിയ തുടങ്ങിയ ഭാഷകളിൽ പരിഭാഷകളും ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് 13 പാർട്ടികൾ പങ്കെടുത്തു. കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ മീറ്റിംഗിൽ പ്രതിഫലിച്ചു. രാഷ്ട്രപതിക്ക് നേരിട്ട് പ്രതിഷേധങ്ങൾ അറിയിക്കാൻ രാഷ്ട്രപതിയെ കാണാനും തീരുമാനമായി. ഇതുകൂടാതെ MPമാരുടെ കോർ ഗ്രൂപ്പ് രൂപീകരിച്ച് മീറ്റിംഗിലെ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പ്രതിജ്ഞയെടുത്തു. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം തികച്ചും ജനവിരുദ്ധമെന്നും അത് നടക്കരുതെന്നും ഇത് ഫെഡറൽ സമ്പ്രദായത്തെ തകർക്കാനുള്ള BJPയുടെ നീക്കമാണെന്നും യോഗത്തിൽ ശബ്ദങ്ങൾ ഉയർന്നു കേട്ടു. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ തുടർന്നും രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നാളെ BJPക്ക് തലവേദനയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജനാധിപത്യത്തിനെ തകർക്കാൻ BJP ഭരണകൂടം ശ്രമിക്കുന്ന എന്ത് നയത്തെയും നഖശിഖാന്തം എതിർക്കുമെന്ന ഒറ്റ സ്വരമാണ് JACയിൽ ഉയർന്നു കേട്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.